ലോകം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ. ചക്രവാളത്തിൽ യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ പശ്ചിമേഷ്യയുടെ ഹൃദയഭൂമിയിൽ നിന്ന് മുഴങ്ങുന്നത് സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ കാഹളമാണ്. അമേരിക്ക പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിച്ചിരിക്കുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് അത്യാധുനിക പോർ വിമാനങ്ങളാകാം. പക്ഷേ ലോകശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഒരു ജനതയുണ്ട്. ആ ജനതയുടെ പേരാണ് ഇറാൻ. അവസാന തീയതികൾ കുറിക്കാൻ വൈറ്റ് ഹൌസിന് സാധിക്കുമായിരിക്കും. പക്ഷേ ആ തീയതികളെ ചവിറ്റുകുട്ടയിലേക്ക് എറിയാനുള്ള ആർജവം ടെഹ്റാനിലെ ഭരണകൂടം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഇറാനെ അമേരിക്ക ഭയന്നു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ പതർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. അതാണ് ആകാശത്ത് വിരിഞ്ഞ ഇറാന്റെ പുതിയ കണ്ണുകൾ. ചൈനീസ് നിർമ്മിത ചാര ഉപഗ്രഹമായ TE-01B ഇറാന്റെ സൈനിക ഭൂപടത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇറാഖിലെ അൽ അസദ് ബേസും ജോർദാനിലെ സൈനിക കേന്ദ്രങ്ങളും സൗദിയിലെ താവളങ്ങളും ഈ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ്. ഇതിലൂടെ ലഭിക്കുന്ന തത്സമയ വിവരങ്ങൾ ഇറാന്റെ മിസൈൽ യൂണിറ്റുകളിലേക്ക് സെക്കൻഡുകൾക്കുള്ളിലെത്തുന്നു. ശത്രുവിന്റെ ഒരു ശ്വാസം പോലും അറിയാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായുള്ളപ്പോൾ ഉപരോധങ്ങൾ വെറും കടലാസ് തുണ്ടുകൾ മാത്രമാണ് എന്ന് ഇറാൻ വീണ്ടും വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുന്നു. എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേയുള്ളൂ. അത് ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ലെബനൻ മുതൽ യമൻ വരെ നീളുന്ന പോരാളികളുടെ നിര ഇറാന് പിന്നിലുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കിൽ അണിനിരക്കുമ്പോൾ അവയെ തകർക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ചാവേർ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ സജ്ജമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ഓരോ നീക്കവും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ദിനംപ്രതി നാം കണ്ടുകൊണ്ടിരുന്നത്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞിട്ടും യുദ്ധം ആരംഭിക്കാൻ വൈറ്റ് ഹൌസ് ഭയപ്പെടുന്നതും ഇറാന്റെ ആ അപ്രതീക്ഷിത പ്രത്യാക്രമണ ശേഷിയെ ഭയപ്പെട്ടു തന്നെയാണ്. അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഒരു ഔദാര്യമൊന്നുമല്ല, മറിച്ച് അവരുടെ പരാജയത്തിന്റെ കുറ്റസമ്മതമാണ്. ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തെ എങ്ങനെ തകർക്കാമെന്ന് കരുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തെറ്റി. റഷ്യയുടെയും ചൈനയുടെയും തന്ത്രപരമായ പിന്തുണയോടെ ഇറാൻ കെട്ടിപ്പടുത്ത സാമ്പത്തിക സൈനിക സഖ്യം അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുകയാണ്. കടൽ അതിർത്തികൾ ലംഘിക്കാൻ വരുന്ന ഓരോ വിദേശ കപ്പലുകളും ഇറാന്റെ വിപ്ലവ ഗാർഡുകളുടെ കർശനമായ നിരീക്ഷണത്തിലാണ്. ലോകചരിത്രം സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു പ്രതിരോധത്തിനാണ്. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ തങ്ങളുടെ അപ്രമാദിത്യം ഉറപ്പിക്കാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ചങ്കൂറ്റം കൊണ്ട് കോട്ടകെട്ടി നിൽക്കുന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ് ഇന്ന് വാർത്തകളിൽ നിറയുന്നത്. അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഈ കാലാവധിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്നതിലേക്കാണ്. എന്നാൽ അമേരിക്കയുടെ ഓരോ ഭീഷണിയും പേർഷ്യൻ കടലിലെ തിരമാലകളിൽ തട്ടി തകരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യുദ്ധം തുടങ്ങാനുള്ള അന്ത്യശാസനങ്ങൾ അവസാനിച്ചിട്ടും അമേരിക്കൻ പടക്കപ്പലുകൾ കടലിൽ നിശ്ചലമായി നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഒന്ന് മാത്രമാണ്: പ്രതിരോധത്തിന്റെ പുതിയ പാഠങ്ങൾ ഇറാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ കാലാവധി നീട്ടിയത് അമേരിക്കയുടെ സമാധാന താല്പര്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇറാൻ ഒരുക്കുന്ന പ്രത്യാക്രമണത്തിന്റെ വ്യാപ്തി അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യം വെച്ച് ഇറാന്റെ സഖ്യകക്ഷികൾ നടത്തുന്ന നീക്കങ്ങൾ പെന്റഗണിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കടൽ അതിർത്തികളിൽ ഇറാൻ വിപ്ലവ ഗാർഡുകൾ നടത്തുന്ന കർശന നിരീക്ഷണം ശത്രുവിന്റെ കപ്പലുകൾക്ക് പേടി സ്വപ്നമായി മാറി തുടങ്ങിയിരിക്കുന്നു. ഉപരോധം തുടരുമെന്ന പ്രഖ്യാപനം ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്തെ ചർച്ചകൾക്കായി അമേരിക്ക വഴി തേടുന്നത് ഇറാന്റെ സൈനിക മികവിനുള്ള അംഗീകാരം തന്നെയാണ്. ചൈനയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു ധ്രുവത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ലോകക്രമം മാറിമറിയുകയാണ്. അമേരിക്ക പറയുന്നതാണ് നിയമം എന്ന് വിശ്വസിച്ചിരുന്ന ആ കാലം അത് കഴിഞ്ഞുപോയി. സ്വന്തം മണ്ണിലെ വിഭവങ്ങളും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാൻ ഒരുക്കുന്ന പ്രതിരോധ കോട്ടകൾ തകർക്കാൻ ഒരു വൻ ശക്തിക്കും കഴിയില്ല. സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ വിവരങ്ങൾ വെറുമൊരു വാർത്തയല്ല, മറിച്ച് ശത്രുവിന്റെ നെഞ്ചിൽ തുളയ്ക്കുന്ന ഇറാന്റെ മൂർച്ചയുള്ള ആയുധമാണ്. ഈ പോരാട്ടം കേവലം അതിർത്തികൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അധിനിവേശത്തിനെതിരായുള്ള പോരാട്ടമാണ്. പടിഞ്ഞാറൻ ശക്തികൾ പടച്ചുവിടുന്ന വാർത്താ ശൃംഖലകൾ ഇറാന്റെ തകർച്ച പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കുമ്പോൾ മണ്ണിൽ ഉറച്ചുനിന്ന് തിരിച്ചടി നൽകുകയാണ് ഈ രാജ്യം. വെടിനിർത്തൽ എന്നത് ഒരു വിരാമമല്ല, മറിച്ച് വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ്. ആ കൊടുങ്കാറ്റിൽ അമേരിക്കൻ താല്പര്യങ്ങൾ തകർന്നടിയുമെന്നത് ഉറപ്പാണ്. ലോകത്തിന്റെ ഏതു കോണിലിരുന്നും തങ്ങളെ ആക്രമിക്കാൻ വരുന്നവർക്ക് ഇറാൻ നൽകുന്ന മറുപടി ലളിതമാണ്: ഞങ്ങളുടെ ആകാശം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ മണ്ണ് നിങ്ങളുടെ ശവപ്പറമ്പാകാൻ സജ്ജവുമാണ്. ലോക സമാധാനത്തിന്റെ മേലങ്കി അണിഞ്ഞു വരുന്ന അമേരിക്കൻ നീക്കങ്ങൾക്ക് പിന്നിൽ കള്ളത്തരങ്ങൾ ലോകത്തിനു മുന്നിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷിക്കാനും ആയുധ കച്ചവടം കൊഴുപ്പിക്കാനും യുദ്ധത്തെ ഉപയോഗിക്കുന്ന അമേരിക്കയ്ക്ക് ഇത്തവണ ഒന്ന് പിഴച്ചിട്ടുണ്ട്. ഇറാന്റെ ഓരോ മിസൈലും ഓരോ ഡ്രോണും ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ശത്രുവിന്റെ ആസ്ഥാനങ്ങൾ ഭൂപടത്തിൽ നിന്നും മായ്ച്ചു കളയാൻ ഇറാന് ഇപ്പോൾ സെക്കൻഡുകൾ മതി. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ
ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കുറിക്കും. അമേരിക്കൻ ഉപരോധങ്ങൾ പരാജയപ്പെടുമെന്നും സ്വതന്ത്രമായ ഒരു പശ്ചിമേഷ്യ നിലവിൽ വരുമെന്നും ഇറാൻ വിശ്വസിക്കുന്നു. ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ചതിക്കുഴികളെ അതിജീവിച്ച് ഇറാൻ മുന്നേറുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതയ്ക്കും ആവേശമാണ്. തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെ കീഴ്പ്പെടുത്താൻ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയില്ല. അമേരിക്കയുടെ കയ്യിൽ ലോകം മുഴുവൻ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇറാന്റെ കയ്യിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന പോരാട്ട വീര്യമുണ്ട്. ആ വീര്യത്തിന് മുന്നിൽ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ സാഹചര്യത്തെ ഒറ്റവാചകത്തിൽ ഇങ്ങനെ പറയാം: അധിനിവേശത്തിന്റെ അന്ത്യശാസനങ്ങൾ അവസാനിച്ചെടുത്ത് പ്രതിരോധത്തിന്റെ ഒരു പുതിയ യുഗം പിറക്കുകയാണ്. സമയപരിധികൾ നിശ്ചയിക്കാൻ നിങ്ങൾക്കാകുമായിരിക്കും, പക്ഷേ ആ സമയത്തിന്റെ ഗതി മാറ്റാൻ ഇറാന്റെ പോരാളികൾക്ക് നിസ്സംശയം സാധിക്കും. ആകാശത്ത് ചൈനീസ് കരുത്തിൽ വിരിഞ്ഞ ചാരക്കണ്ണുകളും മണ്ണിൽ ഇറാന്റെ ചോര തുടിക്കുന്ന ചങ്കൂറ്റവും ഉള്ളപ്പോൾ തോൽവി എന്നത് ശത്രുവിന്റെ നിഘണ്ടുവിൽ മാത്രമുള്ള വാക്കായി മാറുന്നു. യുദ്ധം നിങ്ങൾ തുടങ്ങിയേക്കാം, പക്ഷേ അത് എങ്ങനെ എപ്പോൾ അവസാനിപ്പിക്കുമെന്നത് ഇറാന്റെ നിബന്ധനകൾ അനുസരിച്ചായിരിക്കും. പശ്ചിമേഷ്യയുടെ മണ്ണിൽ നിന്ന് അമേരിക്കയുടെ നിഴലുകൾ മായുന്ന കാലം വിദൂരമല്ല. യുദ്ധം തുടരുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം പ്രതിരോധം എന്നത് ഇറാന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. ഭീഷണികൾ അവസാനിക്കുന്നിടത്ത് പോരാട്ടം തുടങ്ങുന്നു. ഈ പോരാട്ടത്തിൽ തോൽക്കുവാൻ അവർക്ക് മനസ്സില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടും അധിനിവേശ ശക്തികളെ മുട്ടുകുത്തിച്ച ഒരു ജനതയുടെ കഥ. അത് ഇറാന്റെ കഥയാണ്. അമേരിക്കയുടെ കലണ്ടറിലെ തീയതികൾ നോക്കിയല്ല ഇറാൻ ചരിത്രം രചിക്കുന്നത്. പീരങ്കികൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. അത് സ്വന്തം മണ്ണിനോടുള്ള അടങ്ങാത്ത അഭിമാനമാണ്. ആകാശത്ത് തങ്ങളുടെ കാവൽക്കാരായി സാങ്കേതിക വിദ്യയും മണ്ണിൽ കരുത്തിനായി ലക്ഷക്കണക്കിന് പോരാളികളും ഉള്ളപ്പോൾ ഇറാൻ എന്തിനു ഭയക്കണം? വെടിനിർത്തൽ നീട്ടുന്നത് നിങ്ങളുടെ ദൗർബല്യമാണ്. അത് അവസാനിക്കുന്നത് ഞങ്ങളുടെ വിജയത്തിന്റെ തുടക്കത്തിലുമായിരിക്കും. ഓർക്കുക, ഇറാൻ ഒരു രാജ്യമല്ല, അതൊരു അഗ്നിപർവ്വതമാണ്. പുകയുന്നത് കണ്ട് നിങ്ങൾ ആശ്വസിക്കേണ്ട. പൊട്ടിത്തെറിക്കുമ്പോൾ ശത്രുവിന്റെ സാമ്രാജ്യങ്ങൾ ചാരമായിട്ടുണ്ടാകും.